വീഡിയോയിൽ പ്ലാന്റിൻ്റെ കളറ് എത്ര ക്ലിയർ ആണെന്ന് അറിയില്ല കേട്ടോ. ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ്. അപ്പോൾ ഒരു 2 കളർ ഷെയ്ഡുകൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇന്ന് തുടങ്ങുന്നത്. രണ്ടും എക്സാക്റ്റ്ലി സിമിലർ ആയിട്ടുള്ള കളറാണ്, പക്ഷേ ഇതിൻ്റെ പാറ്റേണിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. കണ്ടോ, അതിൻ്റെ ഉള്ളിൽ റിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ട്. നമ്മളെ പ്ലാന്റ്സിൽ ഒരുപാട് സെയിം കളേഴ്സ് ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലെ പാറ്റേണും സ്പ്രെഡിങ് ടൈപ്പ്, റിംഗ് ടൈപ്പ് അങ്ങനെയൊക്കെ വരുന്നൊരു ചേഞ്ചസ് അതിന് ഉള്ളിലുണ്ടാവും. അപ്പോൾ ഈ 2 പ്ലാന്റ്സും തമ്മിലുള്ള ഡിഫറൻസാണ് ഞാൻ കാണിക്കുന്നത്. ഇത് കുറച്ചിങ്ങനെ റിങ് കറക്റ്റ് റൗണ്ട് അല്ലാതെ കുറച്ചിങ്ങനെ അല്ലാണ്ട് സ്പ്രെഡായി നിൽക്കുന്ന വെറൈറ്റിയാണത്. ഇതെന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് റൗണ്ട് ഷേപ്പിൽ വരുന്നതാണ് ഉള്ളിലെ ഡിസൈൻ. പക്ഷെ കാണാനായിട്ട് രണ്ടിൻ്റെയും കളറ് സിമിലറാണ് കേട്ടോ. ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ചെറിയൊരു ഡിഫറൻസ് തോന്നുന്നത് എന്തെന്നറിയാമോ? ഈ ഒരു ഫ്ലവർ ആദ്യം വിരിഞ്ഞതാണ്, അത് കഴിഞ്ഞിട്ടാണ് മറ്റേ ഫ്ലവർ വിരിഞ്ഞത്. ആ ഒരു വ്യത്യാസം കൊണ്ടിട്ടാണ് കേട്ടോ രണ്ടിനും ചെറിയൊരു കളർ ചേഞ്ച് തോന്നുന്നത്. എക്സാക്റ്റ് രണ്ടും ഒരു സെയിം കളറാണ്. ഇത് വന്നിട്ട് അതിനേക്കാളും കുറച്ചുകൂടെ ഒരു ലൈറ്റർ ഷെയ്ഡാണ്. എല്ലാത്തിൻ്റെയും ടോപ്പ് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ആകെ മൊത്തം ഇങ്ങനെ ചെടികളും പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇത് നമ്മുടെ സ്റ്റാർ സീനിയയുടെ വെറൈറ്റിയാണ്. അത്യാവശ്യം നന്നായിട്ട് പൂത്ത് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് സ്റ്റാർ സീനിയ എന്ന് പറയുന്നത്. സ്റ്റാർ സീനിയയുടെ ഒരു 6 ഷെയ്ഡ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷേ അത് മിസ്സായിപ്പോയേ. ഇപ്പോൾ ഉള്ള കളേഴ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാമേ. ഇതിനകത്തൊരു ഡാർക്ക് ഓറഞ്ചിനകത്തൊരു ഡബിൾ ഷെയ്ഡൊക്കെ വരുന്നതുണ്ട്. മൊത്തത്തിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 4 കളറാണ് ഉള്ളത് കേട്ടോ. എനിക്ക് തോന്നുന്നു 6ഓ 7ഓ കളറ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതിലൊരു 4 കളറാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഇതാണ് ആ ഒരു 4 കളറ്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, നല്ല കളറാണ് കേട്ടോ. ആ 2 ഷെയ്ഡിനകത്ത് 2 കളർ മിക്സായി വരുന്നുണ്ട്. ഇതൊക്കെ വന്നിട്ട് നമ്മുടെ 10 മണിയുടെ ഇപ്പോൾ വേനൽ മഴ കൊണ്ട അവസ്ഥകളാണ് കേട്ടോ. ഇത് നമ്മുടെ ക്രസാന്തിമം എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൂവിട്ട് നിൽക്കുന്നുണ്ട്. നാടൻ വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല ഹൈറ്റിലും പോയിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധക്കുറവ് തെറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ ഹൈറ്റിലൊക്കെ കയറിപ്പോകും. അപ്പം നമ്മൾ അതിന് ജസ്റ്റ് ഒന്നൊരു കമ്പൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടിയൊക്കെ നിർത്തണം. അപ്പോൾ ഇത് ഇന്നലെ ഞാനിങ്ങനെ കെട്ടി ഒക്കെ നിർത്തിയ പ്ലാന്റാണ്. എനിക്കാണെങ്കിൽ ഫ്ലവർ പറിക്കാൻ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. പറിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഞാനത് കളയാൻ മടിച്ചതുപോലൊരു ചെടിച്ചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വൈറ്റിൻ്റെ തന്നെ യെല്ലോ കളറാണിത് കേട്ടോ. അപ്പോൾ ഞാൻ വൈറ്റും യെല്ലോയും ഇങ്ങനെ ഇടവിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ട് കുറച്ചിങ്ങനെ പോട്ടിലോട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. യെല്ലോയും വൈറ്റും കൂടെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ. ഇത് വന്നിട്ട് നമ്മുടെ നൈറ്റ് സ്കൈയുടെ പ്ലാന്റാണ്. നൈറ്റ് സ്കൈയുടെ വയലറ്റ് വൈറ്റും പിങ്ക് വൈറ്റുമാണ് നമ്മുടെ കയ്യിലുള്ളത്. സെയിലിനായിട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ കയ്യിൽ കുഞ്ഞൊരു പ്ലാന്റേ ഉള്ളതേ ഉള്ളൂ. അതിൽ ഒരു പ്ലാന്റ് കുറച്ചൊന്നും ഉഷാറില്ലാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിങ്ക് വൈറ്റാണ് ഇത്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ബേബി പിങ്കിൻ്റെ ഡബിൾ പെറ്റലിൽ. പിന്നെ ഇതൊക്കെ വന്നിട്ട് മില്യൻ ബെൽസാണ് കേട്ടോ. കളറൊന്നും അറിയത്തില്ല. ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ബുഷാക്കിയൊക്കെ നിർത്തിയിരിക്കുകയാണ്. രാവിലത്തെ നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെടികളെയൊക്കെ ഒന്ന് നോക്കുക. ഇങ്ങനെ എന്തെങ്കിലും ഡാമേജസ് ആയിട്ടുള്ള ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുക. വെള്ളം ഏതിനെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനൊക്കെ ജസ്റ്റ് ഒന്ന് വെള്ളം കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ പരിപാടികൾ കേട്ടോ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ അത്യാവശ്യപ്പെട്ട് നിൽക്കുന്ന പ്ലാന്റ്സോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പാഴിപ്പോകാൻ നിൽക്കുന്ന പ്ലാന്റ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ടൈമിൽ തന്നെ അതിനെ പോട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ താഴത്തെ ഒരു സെക്ഷനിലെ പ്ലാന്റിൻ്റെ അവസ്ഥകൾ. ജെറേനിയൊക്കെ വെള്ളമൊക്കെ വന്ന് വേണം അങ്ങ് പോയി നിൽക്കുകയാണ്. ഇത് വന്നിട്ട് പാറ്റേൺ റെഡിൻ്റെ ഒരു പ്ലാന്റാണ്, ഒരു കുഞ്ഞു തൈയാണ്. അങ്ങനെ ആകെ മൊത്തം മഴയത്ത് നമ്മുടെ പ്ലാന്റ്സ് എല്ലാം ഇങ്ങനെ നാശക്കോളമായിട്ടൊക്കെ നിൽക്കുകയാണ്. ഇത് ഡബിൾ പെറ്റലിൻ്റെ വയലറ്റാണ്. നമ്മൾ തന്നെ പോട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റാണ്. ആ ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്ത് സ്റ്റണ്ടായി നിൽക്കുന്നത് അതിൻ്റെ ഇലയിലൊരു ചെറിയ ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ടാണത് അങ്ങനെ ഗ്രോത്ത് സ്റ്റണ്ടായി നിൽക്കുന്നത്. പിന്നെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ക്യൂൺ ഓഫ് ഹാർട്ട്. പിന്നെ ഇത് ഒരു മഴയത്ത് പോയതാണ് ആ പെറ്റൂണിയ. ഇത് വന്നിട്ട് നമ്മുടെ മിനിയേച്ചറിൻ്റെ പ്ലാന്റാണ് കേട്ടോ. ഇങ്ങനെ അത്യാവശ്യം വലിയ ഫ്ലവറായിട്ട് തന്നെ നിൽപ്പുണ്ട്.